Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 100 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ സെക്കൻഡ് മോഡ്യൂളിലെ 21th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് ഓഫ് കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലും നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 6 forces of magnitude 10 kilonewton, 12 kilonewton, 15, 12, 16 and 10 kilonewton are acting along the sides of a regular hexagon of side 2 meter taken in order. അപ്പോൾ 6 ഫോഴ്സ് ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ സൈഡിൽ, അതിൻ്റെ സൈഡ് എന്ന് വെച്ചാൽ 2 മീറ്റർ ആണ്, ആക്ട് ചെയ്യുന്നുണ്ട്, ഓർഡറിലാണ് ആക്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഓൾസോ ദ പൊസിഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് ഹെക്സഗൺ. അപ്പോൾ ഇവിടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഹെക്സഗണിൻ്റെ സെൻറ്ററിനെ വിത്ത് റെസ്പെക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഹെക്സഗൺ എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. ഹെക്സഗൺ എന്ന് വെച്ചാൽ 6 സൈഡുള്ള ഒരു ഫിഗറിനെയാണ്, അല്ലെങ്കിൽ ഒരു പോളിഗണിനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ എല്ലാ ഇൻക്ലൂഡഡ് ആംഗിളും 120 ഡിഗ്രീസ് ആയിരിക്കും. അപ്പോൾ ഹെക്സഗൺ എടുത്താൽ റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻക്ലൂഡഡ് ആംഗിളും 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഹെക്സഗണിൻ്റെ ഓരോ സൈഡും 2 മീറ്റർ ആണ്. റെഗുലർ ആയതുകൊണ്ട് തന്നെ ഓരോ സൈഡും 2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഫിഗർ ആദ്യം വരയ്ക്കണം. ഇതാണ് നമുക്ക് പറഞ്ഞേക്കുന്ന റെഗുലർ ഹെക്സഗൺ. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഫസ്റ്റ് സൈഡ് AB ആണ്. അവിടെ ആക്ട് ചെയ്യുന്നത് 10 കിലോന്യൂട്ടൺ ഫസ്റ്റ് ഫോഴ്സ്. അടുത്തത് Bന്ന് Cയിലേക്കാണ്. അടുത്തത് സെക്കൻഡ് ഫോഴ്സ് 12 കിലോന്യൂട്ടൺ. അടുത്ത Cന്ന് Dയിലേക്ക് മൂന്നാമത്തെ ഫോഴ്സ് 15 കിലോന്യൂട്ടൺ. അടുത്ത Dന്ന് Eയിലേക്ക് ആക്ട് ചെയ്യുന്നത് 2 കിലോന്യൂട്ടൺ. Eന്ന് Fയിലേക്ക് ആക്ട് ചെയ്യുന്നത് 16 കിലോന്യൂട്ടൺ. Fന്ന് Aയിലേക്ക് ആക്ട് ചെയ്യുന്നത് 10 കിലോന്യൂട്ടൺ. അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഓർഡറിൽ തന്നെ ഫോഴ്സുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം, ഓരോ ഇൻക്ലൂഡഡ് ആംഗിളും 120 ഡിഗ്രിയാണ്. ഓരോ ഇൻക്ലൂഡഡ് ആംഗിളും 120 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സായിട്ട് ഈ 10 റൈറ്റിലേക്കുണ്ട്, ഈ 12 ലെഫ്റ്റിലേക്കുണ്ട്. ബാക്കി എല്ലാ ഫോഴ്സും ഇൻക്ലൈൻഡ് ആണ്, അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു എക്സാക്സ് ആയിട്ട് എടുത്താൽ ഈ ഒരു 12 കിലോന്യൂട്ടൻ്റെ ഇൻക്ലിനേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഈ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 12 കിലോന്യൂട്ടൺ എക്സ് ആക്സിസുമായിട്ട് 60 ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ ഇവിടെ ഒരു ആക്സിസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് നമുക്ക് ഇവിടെ 60 കിട്ടിയത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതെടുത്താലും മതി. മൊത്തത്തിൽ 120 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സും ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ 60 ആയിരിക്കും. അടുത്തത് ഈ 15 കിലോന്യൂട്ടണും ഈ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അതേപോലെ നമ്മളിവിടെ ഒരു ആക്സിസ് എടുത്താൽ ഈ 10 കിലോന്യൂട്ടണും ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഈ 16 കിലോന്യൂട്ടണും എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും 16 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആംഗിൾസ് ഇതുപോലെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് റിസോൾവ് ചെയ്യും. അപ്പോൾ റിസോൾവ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ആയിട്ട് പ്ലോട്ട് ചെയ്തു. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റിയത് റൈറ്റിലേക്ക് ഒരു 10 കിലോന്യൂട്ടണും ലെഫ്റ്റിലേക്ക് ഒരു 12 കിലോന്യൂട്ടണും എക്സ് ആക്സിസിൽ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം എക്സ് ആക്സിസിൽ റൈറ്റിലേക്ക് ഒരു 10 കിലോന്യൂട്ടൺ, ലെഫ്റ്റിലേക്കൊരു 12 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ എഴുതി. ഇനി അടുത്ത് നമുക്ക് ഓരോ ഫോഴ്സ് എടുക്കാം. ഈ ഫോഴ്സ് ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ഇതാണ് ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രിയിൽ ഈ 12 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ തീറ്റ. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 12 കോസ് തീറ്റ ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 12 സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഈ 15 കിലോന്യൂട്ടൺ എടുക്കാം. ഈ 15 കിലോന്യൂട്ടണും എക്സ് ആക്സിസുമായിട്ട് 60 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസ്, ഇതിൻ്റെ ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട് എടുത്താൽ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് അത് പോകുന്നത്, അപ്പ് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഈ ഒരു ക്വാഡ്രൻറ്റിൽ കൊണ്ട് വരച്ചത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഈ ഒരു ക്വാഡ്രൻറ്റിലും വരക്കാമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിന് ഞാനത് 50 കിലോന്യൂട്ടൺ ആക്ട് ചെയ്തു. അതും എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 50 കോസ് തീറ്റ ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 50 സൈൻ തീറ്റ ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഈ 16 ഡിഗ്രിയാണ്. അതും എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു പോയിന്റിനെ വിത്ത് റെസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഡൗൺവേർഡ് ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ് ആക്സിസ് ഡൗൺവേർഡ് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് 60 കോസ് തീറ്റയും ഇതിൻ്റെ വൈ കമ്പോണൻറ്റ് 16 സൈൻ തീറ്റ ആയിരിക്കും.
ഇനി അടുത്ത ലാസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഈ ഒരു 10 കിലോ ന്യൂട്ടനാണ്. അതും ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 10 കിലോ ന്യൂട്ടൺ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 10 cos 60 ആയിരിക്കും, അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 10 sin 60 ആയിരിക്കും. അപ്പോൾ ഓവറോൾ ഇതാണ് നമ്മൾ ഫോഴ്സ് റിസോൾവ് ചെയ്തേക്കുന്ന ഈ ഒരു ഫിഗറായിട്ട് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ സം ഓഫ് ഫോഴ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പോസിറ്റീവ് എടുക്കാം. റൈറ്റിലേക്ക് പോകുന്ന ഒരു പോസിറ്റീവ്, ഇത് പോസിറ്റീവാണ്. അടുത്തത് റൈറ്റിലേക്ക് പോകുന്ന അടുത്തത് പ്ലസ് 12 cos 60 ഉണ്ട്. ഇനി അടുത്ത് ഇതും റൈറ്റിലേക്കാണ്, അപ്പോൾ പ്ലസ് cos 60 ഉണ്ട്. ഇത് മൂന്നും പോസിറ്റീവ്. ഇനി അടുത്ത ലെഫ്റ്റിലേക്ക് വരുന്നത് ആദ്യത്തെ 12 ഉണ്ട്, അപ്പോൾ -12. അടുത്തത് -15 cos 60. അടുത്തത് -60 cos 60. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു -6.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സിമിലർലി നമുക്ക് വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. വൈ ഡയറക്ഷനിൽ ഇത് പോസിറ്റീവ്, ഇത് രണ്ടും ആണ് അപ്വേർഡ്സ്. അടുത്ത് ഇത് നെഗറ്റീവ്, ഇത് രണ്ടും ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ തരും സിഗ്മ എഫ് വൈ ഈക്വൽ ടു 15 cos 60 പ്ലസ് 12 sin 60 മൈനസ്, കാരണം ഇത് രണ്ടും ഡൗൺവേർഡ്സ് ആണ്, 16 sin 60 മൈനസ് 10 sin 60. അതിൻ്റെ ഓൾജിബ്രിക് സം എടുക്കുമ്പോൾ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0.866 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നമുക്കതിൻ്റെ റിസൾട്ടൻ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇത് വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം, സിഗ്മ എഫ് എക്സ് നെഗറ്റീവാണ് കിട്ടിയത്, സിഗ്മ എഫ് ഐ പോസിറ്റീവാണ് കിട്ടിയത്. അപ്പോൾ റിസൾട്ടൻ്റ് ഏത് ക്വാഡ്രൻറ്റിലായിരിക്കും? സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. കാരണം സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവും വൈയുടെ വാല്യൂ പോസിറ്റീവും ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് വരാൻ പോകുന്നത് ഈ ഒരു ക്വാഡ്രൻറ്റിലാണ്. ഇനി അതും എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇനി റിസൾട്ടൻ്റ് പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളാണ് തീറ്റ ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് 6.5 സ്ക്വയർ പ്ലസ് 0.866 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ 6.557 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അടുത്ത തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡുലസ് ഓഫ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡുലസ് ഓഫ് 0.866 ഡിവൈഡ് ബൈ 6.5 വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇത് സോൾവ് ചെയ്യുമ്പോൾ 0.133 എന്ന് കിട്ടും. ദെർഫോർ തീറ്റ ഇസ് ഈക്വൽ ടു 7.59 ഡിഗ്രി. അപ്പോൾ തീറ്റ കിട്ടി. ഇനി അടുത്ത തീറ്റ ആറ് കിട്ടാനായിട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് തീറ്റ ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 180 മൈനസ് തീറ്റയാണ്. അപ്പോൾ 180 മൈനസ് തീറ്റയുടെ വാല്യൂ 7.59, സോൾവ് ചെയ്യുമ്പോൾ 172.41 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഹെക്സഗണിൻ്റെ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇതിനു മുമ്പ് നമ്മൾ മൊമെൻ്റൊക്കെ എടുത്തത് വിത്ത് റെസ്പെക്ട് ടു എ ആണ്. അത് നമുക്ക് ഏത് പോയിന്റിന് വെച്ച് വേണമെങ്കിലും എടുക്കാറുണ്ട്, കാരണം അത് ഏത് പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു ഉള്ള പൊസിഷൻ ആണെന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ പ്രത്യേകം പറയുന്നത് പോളിഗണിൻ്റെ സെൻറ്ററിൽ നിന്ന് റിസൾട്ടൻ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ഫോഴ്സും പോളിഗണിൻ്റെ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന മൊമെൻ്റ് എഴുതാം. അപ്പോൾ ഈ ഫിഗർ നോക്കണ്ട, ഈ ഫിഗർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് വിത്ത് റെസ്പെക്ട് ടു ഒ ആണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് 10 ആണ്. 10 ഇൻറ്റു ഇതാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ശരിയല്ലേ? അടുത്ത ഫോഴ്സ് 12 ആണ്, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. അടുത്ത ഫോഴ്സ് 15 കിലോ ന്യൂട്ടൺ ആണ്, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അടുത്ത ഫോഴ്സ് 12 കിലോ ന്യൂട്ടൺ ആണ്, അതും ഓയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അടുത്ത ഫോഴ്സ് 16 കിലോ ന്യൂട്ടൺ ആണ്, ഓയുമായിട്ട് മേക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അടുത്ത ഫോഴ്സ് 10 ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ എല്ലായിടത്തും ഫോഴ്സ് ഇൻറ്റു ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരേ വാല്യൂ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഈ ഒരു ട്രയാങ്കിളാണ് എടുക്കാൻ പോകുന്നത്, ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, എ ഒ ഇത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് ഒ, ഇതാണ് എ, ഇത് ബി. ഇത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സൈഡും 2 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന മൊത്തം ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ ഇത് ഒ, ഇത് എ, ഇത് ബി. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, അൺനോൺ ഡിസ്റ്റൻസിന് നമുക്ക് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ tan 60 ഈസ് ഈക്വൽ ടു tan തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ y/1 എന്ന് കിട്ടും, y/1. ദെർഫോർ y ഈസ് ഈക്വൽ ടു 1 ഇപ്പുറത്തേക്ക് വാല്യൂ tan 60. tan 60യുടെ വാല്യൂ 1.732 മീറ്റർ. അതായത്
ഇവിടുത്തെ ഡിസ്റ്റൻസ് 1.732, ഈ ഡിസ്റ്റൻസ് 1.73. അപ്പോൾ എല്ലാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും 1.732 തന്നെയാണ്. ഓരോ ഫോഴ്സും ഓയുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? 1.732 തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കൂടി അറിഞ്ഞാൽ മൊമെൻറ്റ് എഴുതാം. അപ്പോൾ സിഗ്മ എം ഒ ആണ് എടുക്കുന്നത്. ഒ എന്ന് പറയുന്ന പോയിന്റിന് വിത്ത് റെസ്പെക്റ്റുമാണ് മൊമെൻറ്റ് എടുക്കുന്നത്. ഇതാണ് ഫോഴ്സ്. അപ്പോൾ ഇത് ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ദെർഫോർ നെഗറ്റീവ് 10 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1.732. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റിൻ്റെ ആയി. ഇനി അടുത്തത് ഇതാണ് ഫോഴ്സ്. ഒ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ -12 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? 1.732. ഇനി അടുത്ത നമുക്ക് വരുന്നത് 15 ആണ്. അപ്പോൾ അതും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ദെർഫോർ -15 ഇൻറ്റു 7.32. അതുപോലെ ഓരോന്ന് എഴുതുക. -12 ഇൻറ്റു 1.732, -16 ഇൻറ്റു 7.32, -10 ഇൻറ്റു 7.32. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ എം ഒ മൊമെൻ്റ് അറ്റ് ഒ ഈസ് ഈക്വൽ ടു -129.9 കിലോന്യൂട്ടൺ മീറ്റർ. മൈനസ് വന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഓയിനെ വിത്ത് റെസ്പെക്ട് ടു റിസൾട്ടൻ്റ് മാർക്ക് ചെയ്യണം. റിസൾട്ടൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. റിസൾട്ടൻ്റ് ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇവിടെ വരക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് R എടുക്കുന്നതെങ്കിൽ ഓയിനെ വിത്ത് റെസ്പെക്ട് ടു എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പൊസിഷനിൽ ലെഫ്റ്റിലായിരിക്കില്ല വരുന്നത്. ഇവിടെ ഇട്ട് നോക്കിക്കേ, ഇതാണ് റിസൾട്ടൻ്റ് എങ്കിൽ ഓയുമായിട്ട് മേക്ക് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുമ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് X ആണ്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് റിസൾട്ടൻ്റ് റൈറ്റ് സൈഡിൽ വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി അതൊന്നും നിങ്ങൾക്ക് കത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. മൊമെൻ്റ് അറ്റ് O ഇസ് ഈക്വൽ ടു റിസൾട്ടൻ്റുമായിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുമ്പോൾ R ഇൻറ്റു X ആയിരിക്കും. മൈനസ് വരാൻ കാര്യം ഇവിടെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ മൈനസ് ഇട്ടു. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ R ഇൻറ്റു X ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതുക. 1 × 2 നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ -R × X, ഇതെന്ന് പറയുമ്പോൾ -129. മൈനസും ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അവിടെ നിന്ന് X is equal to 129 ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. R ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 129 ബൈ Rൻ്റെ വാല്യൂ 6.56. സോൾവ് ചെയ്യുമ്പോൾ 19.8 മീറ്റർ. അതായത് ഈ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് 19.5 മീറ്റർ മാറിയിട്ട് ഒരു പോയിന്റിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ എത്രയായിരിക്കും? ഇത് 45 ആയിരിക്കും. ഇത് 90 ഡിഗ്രിയാണ്. ഇതും 45 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദ ഫോഴ്സ് സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഫോഴ്സ് സിസ്റ്റം. ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം വന്നിട്ടുണ്ടാവും. ഇനി ഓരോന്നിൻ്റെ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും 1 മീറ്റർ, ഇത് ഇത്രയും 1 മീറ്റർ, ഇത് ഇത്രയും 1 മീറ്റർ, ഇത് ഇത്രയും 1 മീറ്റർ, ഇത് ഇത്രയും 1 മീറ്റർ. അതായത് 1 മീറ്ററിൻ്റെ സ്ക്വയേഴ്സാണ് ഈ കാണുന്നത്. ഓരോന്നും 1 മീറ്ററിൻ്റെ സ്ക്വയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് ഇവിടെ പുറത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോഴ്സ് ഇത് 5 കിലോ ന്യൂട്ടൺ, ഇത് ആംഗിൾ 45 ഡിഗ്രി, ഇത് 10 കിലോ ന്യൂട്ടൺ, ഈ ആംഗിൾ 45 ഡിഗ്രി. എല്ലാ ആംഗിളും 45 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ മാർക്ക് ചെയ്യാം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തു. ഇത് 5 കിലോ ന്യൂട്ടൺ, ഈ ആംഗിൾ 45, ഇതും 45, ഇതെല്ലാം 45 തന്നെയായിരിക്കും. ഇനി നമുക്കൊന്ന് ഇതിനെ റിസോൾവ് ചെയ്യണം. അപ്പോൾ ഇതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി X ആക്സിസും Y ആക്സിസും പ്ലോട്ട് ചെയ്തു. ഇനി നമുക്ക് എല്ലാം ഇൻക്ലൈൻഡ് ആണ് അല്ലേ? 3 ഇൻക്ലൈൻഡ് ഫോഴ്സാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന 5 കിലോ ന്യൂട്ടൺ. അതും എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ X കമ്പോണൻറ്റ് 5 cos 45 ആയിരിക്കും, Y കമ്പോണൻറ്റ് 5 sin 45 ആയിരിക്കും. അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഫോഴ്സായിട്ട് ഈ ഒരു 10 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യാം. 10 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യും. അതും എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി എന്ന് ഞാൻ മാർക്ക് ചെയ്തു അല്ലേ? എക്സും ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ അതേപോലെ ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ X കമ്പോണൻറ്റ് 10 cos 45 ആയിരിക്കും, Y കമ്പോണൻറ്റ് 10 sin 45 ആയിരിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ദ സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ ആരോ മാർക്ക് ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കണം. ഇനി അടുത്ത ലാസ്റ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് 5 കിലോ ന്യൂട്ടൺ, അതും എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന 45 ഡിഗ്രി. 5 കിലോ ന്യൂട്ടൺ, അതും എക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 45 ഡിഗ്രി. അതുകൊണ്ട് തന്നെ എൻ്റെ X കമ്പോണൻറ്റ് 5 cos 45ഉം Y കമ്പോണൻറ്റ് 5 sin 45 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ തന്നേക്കുന്ന ഫോഴ്സ് സിസ്റ്റത്തിനെ റിസോൾവ് ചെയ്തിട്ട് ഈ രീതിയിൽ എഴുതി. ഇനി വളരെ എളുപ്പമാണ് നമ്മൾ ഫോഴ്സ് റിസോൾവ് ചെയ്യുക. സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ റൈറ്റിലേക്കുള്ള പോസിറ്റീവ്. അപ്പോൾ ആദ്യത്തേത്
5 cos 45. ഇനി അടുത്ത വീണ്ടും റൈറ്റിലേക്ക് ഒരെണ്ണം കൂടി ഉണ്ട് 5 sin 45. അപ്പോൾ 5 sin 45 പ്ലസ് 5 sin 45 ഇതും റൈറ്റിലേക്ക് തന്നെ പ്ലസ് 10 cos 45. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14.14 കിലോ ന്യൂട്ടൺ കിട്ടും. ഇനി അടുത്ത സിഗ്മ എഫ് വൈ. സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ അപ്വേർഡ് പോസിറ്റീവ്. അപ്പോൾ ഇത് മാത്രം പോസിറ്റീവ്, ഇത് ഡൗൺവേർഡ് ആണ്, ഇതും ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇതും നെഗറ്റീവാണ്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് 5 sin 45 മൈനസ് 10 sin 45 മൈനസ് 5 sin 45. സോൾവ് ചെയ്യുമ്പോൾ എന്തെന്ന് വരും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. ഇത് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 7.07 കിലോ ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് നോക്കാം. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും. അപ്പോൾ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻറ്റിലായിരിക്കും റിസൾട്ടൻ്റ് വരുന്നത്. ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ ആർ. അപ്പോൾ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് ഐ സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് 1.14 സ്ക്വയർ പ്ലസ് 7.07 സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ആർ ഇസ് ഈക്വൽ ടു 15.81 കിലോ ന്യൂട്ടൺ. ഇനി അവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ്. സോൾവ് ചെയ്യുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 26.57 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ തീറ്റ ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 360 മൈനസ് തീറ്റയാണ്. അപ്പോൾ 360 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 26.57. സോൾവ് ചെയ്യുമ്പോൾ 333.43 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്തത് മൊമെൻ്റ് ഒ എടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരേ ഒരു പോയിന്റ് ഒ ആണ്. അപ്പോൾ ഒയിനെ വിത്ത് റെസ്പെക്ട് നമുക്ക് എല്ലാ മൊമെൻറ്റും എടുക്കാം. അപ്പോൾ ഒയിനെ വിത്ത് റെസ്പെക്ട് മൊമെൻറ്റ് എടുക്കണമെങ്കിൽ ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്ത ഡയഗ്രാം കൂടി വരക്കണം. അപ്പോൾ അതുകൊണ്ടാണ് 5 എന്ന് പറയുന്നതിനെ റിസോൾവ് ചെയ്തു. 5 cos 45 ഇവിടെയും 5 sin 45 ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. 10 എന്ന് പറയുന്ന ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് 10 cos 45 ഇവിടെയും 10 sin 45 ഇവിടെയും മാർക്ക് ചെയ്തു. അടുത്ത 5 എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് 5 cos 45 ഇവിടെയും 5 sin 45 ഇവിടെ എഴുതി. ഇനി ഒ എന്ന് പറയുന്ന പോയിന്റിനെ വിത്ത് റെസ്പെക്ട് മൊമെൻറ്റ് എടുക്കുമ്പോൾ ഓയിലൂടെ പാസ് ചെയ്യുന്ന ഈ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട. ഓയിലൂടെ പാസ് ചെയ്യുന്ന ഈ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ബാക്കി എല്ലാ ഫോഴ്സും നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ മൊമെൻ്റ് അറ്റ് ഒ എടുക്കാം. സിഗ്മ എം ഒ. മൊമെൻ്റ് അറ്റ് ഒ എടുക്കുമ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഇതാണ്. ഇത് ഒയിനെ വിത്ത് റെസ്പെക്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ടാണ് മൈനസ് ഇട്ടേക്കുന്നത്. അപ്പോൾ മൈനസ് 5 sin 45 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതാണ് മൈനസ് 5 sin 45 ഇൻറ്റു 1. ഇനി അടുത്തത് നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഒയിനെ വിത്ത് റെസ്പെക്ട് ഇത് ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ പ്ലസ് ആണ്. 10 cos 45 ഇൻറ്റു ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതെന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 1 + 1 2 ആയിരിക്കും. അപ്പോൾ പ്ലസ് 10 cos 45 ഇൻറ്റു 2. അടുത്തത് പ്ലസ് ഈ ഫോഴ്സാണ് എടുക്കുന്നത്. വിത്ത് റെസ്പെക്ട് ഒ എടുത്തു കഴിഞ്ഞാൽ ഇതും ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ പോസിറ്റീവ് തന്നെ. 5 sin 45 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതാണ് 2. അപ്പോൾ 5 sin 45 ഇൻറ്റു 2. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു ഫോഴ്സാണ് 5 cos 45. ഒയിനെ വിത്ത് റെസ്പെക്ട് എടുത്താൽ ഇതും ക്ലോക്ക് വൈസിൽ തന്നെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 5 cos 45 ഇത് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ഒ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് 1 + 1 2. അപ്പോൾ 5 cos 45 ഇൻറ്റു 2 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ എം ഒ ഇസ് ഈക്വൽ ടു 24.75 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ പോസിറ്റീവാണ് കിട്ടിയത്. പോസിറ്റീവ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് വരുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻ്റ് അറ്റ് ഒ 247.57 ആണ്. ഇനി റിസൾട്ടൻറ്റും ഒയുമായിട്ട് മേക്ക് ചെയ്യുന്ന മൊമെൻറ്റ് സിഗ്മ എം എന്ന് വെച്ചാൽ എന്തായിരിക്കും? R × X ആയിരിക്കും. അതും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? RX വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റ് 24.74. അവിടെ നിന്ന് X ഇസ് ഈക്വൽ ടു 24.75 ഡിവൈഡ് ബൈ R എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം. 24.75 ഡിവൈഡ് ബൈ റിസൾട്ടൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് 15.81 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 1.57 മീറ്റർ എന്ന് കിട്ടും. 1.57 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ടൻറ്റ്. ഇനി റിസൾട്ടൻറ്റ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒ എന്ന് പറയുന്ന പോയിന്റ്. തേർഡ് ക്വാഡ്രൻറ്റിൽ വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻ ഏകദേശം ഇങ്ങനെയായിരിക്കും. റിസൾട്ടൻ്റ് ഇതാണ്. റിസൾട്ടൻറ്റും ഒയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് ആയിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ ഒയുമായിട്ട് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് വരേണ്ടത്. അതുകൊണ്ടാണ് റൈറ്റിൽ വന്നത്. ലെഫ്റ്റിലായിരുന്നെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, താങ്ക് യു.